സൂംബ വിവാദം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ. 3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, സൂംബ വിവാദത്തിന്റെ മറവിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ. നമ്മുടെ ചാനൽ ചർച്ചകളിലേക്ക് മാധ്യമ പ്രവർത്തകർ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചില വിദഗ്ധർ, അവർ നല്ല കനത്തിലും കട്ടിയിലും ഇസ്ലാം വിരുദ്ധത ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ വിഭാഗീയതയും വർഗീയതയും സൃഷ്ടിക്കുന്ന ഇത്തരം ആളുകളെ കൃത്യമായി കൊണ്ട് കരുതിയിരിക്കുകയും അവഗണിക്കാനും പുച്ഛിച്ചു തള്ളാനും നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജെൻഡർ ന്യൂട്രാലിറ്റിയെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ്. നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്ക് ജെൻഡർ ന്യൂട്രൽ ആശയങ്ങളും അതിനുവേണ്ടി ടുവേർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി എന്ന പേരിൽ ഒരു പാഠഭാഗവും നമ്മളിലേക്ക് ചേർത്ത വിവാദം നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാകും. അതിനു മുമ്പ് ബാലുശ്ശേരി സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കുന്നു. അതിനോടുണ്ടായ വിവാദങ്ങളെ പലപ്പോഴും ഏതെങ്കിലും പെൺകുട്ടികൾ പാന്റും ഷർട്ടും ധരിച്ചതിന് സമുദായ അംഗങ്ങളിൽ നിന്നുണ്ടായ പ്രതിഷേധമാണ് അതെന്ന് വരുത്തി തീർക്കാനാണ് പലരും ഇന്ന് ചാനൽ ചർച്ചകളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പച്ചയായ കള്ളമാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു 2021 ഡിസംബർ 15 വൈകുന്നേരം 4:25 വളരെ കൃത്യമായി എന്തിനാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കുന്നതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അവരുടെ ട്വിറ്ററിലെ ഈ ട്വീറ്റിന്റെ ചുരുക്കം ഇങ്ങനെയായിരുന്നു: ഹെറ്റോനോർമറ്റീവ് എക്സ്പെക്ടേഷനിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വിദ്യാർത്ഥി തലമുറയെ ഉണ്ടാക്കിയെടുക്കലാണ് ലക്ഷ്യം. അപ്പോൾ ആൺ പെൺ തമ്മിലുള്ള ലൈംഗിക ബന്ധമാണ് സ്വാഭാവികമെന്ന് വിചാരിക്കുന്ന പൊതുബോധമാണ് ഹെറ്റോനോർമേറ്റിവിറ്റി. അതിനെ തകർത്ത് ഏതു തരം ലൈംഗികതയും നോർമലൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിയും പരിപാലനവുമാണ് യഥാർത്ഥത്തിൽ അവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ആദ്യത്തെ കാൽവെപ്പാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നാണ് അത് നടപ്പിലാക്കിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നത്. കൃത്യമായ അജണ്ടകളോട് കൂടിയാണ് അത് കടന്നു വന്നത്. അതുകൊണ്ടാണ് അതിനോട് എതിർപ്പുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും എഡ്യൂക്കേഷൻ നമ്മുടെ പ്രൊപ്പഗണ്ടകൾക്ക് വേണ്ടിയുള്ള ടൂളായി മാറിയിട്ടുണ്ട്. നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ കാവ്യവൽക്കരണം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ചാണ് അതിനെ എതിർത്തത്. അതുകൊണ്ട് തീർച്ചയായും ഓരോ പാരന്റ്സും അവരുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് പ്രൊപ്പഗണ്ടകൾക്ക് ഇരയാകാനല്ല, വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അത്തരം പ്രൊപ്പഗണ്ടകൾ കടന്നു വരുമ്പോൾ അവർ പ്രതികരിക്കുക സ്വാഭാവികം. മൂന്നാമതായി, ചില ഇരട്ടത്താപ്പുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ജി സുധാകരൻ, അദ്ദേഹം നിലവിളക്ക് കൊളുത്താത്തപ്പോഴും, അതുപോലെ തന്നെ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി സാർ, അദ്ദേഹം ഭാരതാംബയുടെ ചിത്രത്തെ അവഗണിച്ചപ്പോഴും, അദ്ദേഹത്തിന്റെ ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ച പല സാംസ്കാരിക നായകരും നമ്മുടെ സ്കൂളുകളിൽ ഒരു ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനമില്ലാതെ നടപ്പിലാക്കുന്ന പദ്ധതികൾ, ആ പദ്ധതിയെക്കുറിച്ച് വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അവരെ താലിബാനിസത്തിലേക്കും അപരിഷ്കൃതത്തിലേക്കും ചുരുക്കി കെട്ടിക്കൊണ്ട് അവരുടെ ജനാധിപത്യ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഏതൊരു കാര്യത്തെക്കുറിച്ചും വിയോജിപ്പ് രേഖപ്പെടുത്താനും അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഔദാര്യമല്ല, അത് അവകാശമാണ്. അതോടൊപ്പം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് സെൻസിറ്റീവായ വിഷയങ്ങൾ എടുത്തിട്ട് നിരന്തരം പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് ആ കമ്മ്യൂണിറ്റി അവകാശങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ ഇവർ പ്രശ്നക്കാരാണെന്ന പ്രതീതി സൃഷ്ടിക്കുന്നതിലൂടെ നേടിയെടുക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം, അതിനെക്കുറിച്ച് നല്ല ബോധവാന്മാരാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾ.